അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ഇന്നത്തെ യാത്ര കൂട്ടുകാരോടൊപ്പമാവാം. അത് നീണ്ട യാത്രയാകാം, അല്ലെങ്കിൽ ടൗണിന് വെളിയിലേക്ക്. എങ്ങനെയാണെങ്കിലും ഈ യാത്ര ഏറെ സന്തോഷകരമാവും. ഒരുപാട് ഫോട്ടോകളിലൂടെ ഈ യാത്രാ ഓർമ്മകളെ സജീവമാക്കും. ഏരിസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ വളരെ ദുഃഖത്തിലായിരിക്കും. പങ്കാളിയെക്കുറിച്ച് ഒരവിശ്വാസം മനസ്സിലുണ്ടാകും. അവർക്ക് നിങ്ങളോടുള്ള കൂറിനെപ്പോലും നിങ്ങൾ സംശയിച്ചെന്നു വരാം. അനാവശ്യ നാടകങ്ങളിലേക്ക് ഇന്ന് വലിച്ചിഴക്കപ്പെടുവാൻ ഇഷ്ടമില്ലാത്തതിനാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് ഒളിച്ചോടുവാൻ വരെ ശ്രമിക്കും. ഒരു വാഗ്വാദത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ദേഷ്യം വരാതെ ശ്രദ്ധിക്കുകയുമാകാം. ഏരിസ് കരിയർ. ഔദ്യോഗിക രംഗത്ത് സാമ്പത്തിക രംഗത്തും ഇന്ന് ഉൽപാദനക്ഷമത നിറഞ്ഞ ദിവസമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്ഥാനക്കയറ്റം ഇന്ന് നിങ്ങളെ തേടിയെത്തും, അല്ലെങ്കിൽ അത് അടുത്തു തന്നെ യാഥാർത്ഥ്യമാകും. നിങ്ങളുടെ ജോലിസ്ഥലത്തിനോടുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കും കൂറിനും ഇന്ന് പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ അസൂയാർഹമായ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഏരിസ് ഫൈനാൻസ്. നിങ്ങളുടെ മനസ്സുറപ്പും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നിങ്ങളുടെ കഴിവും വെല്ലുവിളികൾ നിറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ശരിയായ ദിശയിലേക്ക് നിങ്ങളുടെ ഊർജത്തെ തിരിച്ചു വയ്ക്കുക. അനാവശ്യ ജോലികളിൽ ഏർപ്പെട്ട് സമയം പാഴാക്കാതിരിക്കുക. കാരണം ഇതൊരു പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുത്തിയേക്കാം. ലക്ഷ്യങ്ങൾ വെക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. വിജയിക്കണമെങ്കിൽ മനസ്സുറപ്പും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവും വേണം. ഏരിസ് ഹെൽത്ത്. കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന പുറംവേദന ഇന്ന് തുടരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ശാരീരിക ആയാസങ്ങൾ, അസ്വാസ്ഥ്യങ്ങൾ എന്നിവ ഒഴിവാക്കുവാനായി എന്തെങ്കിലും ചെറിയ വ്യായാമങ്ങൾ ചെയ്ത് സ്വസ്ഥമായിരിക്കുക. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കുവാൻ കഠിനമായ വ്യായാമങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. അവ പിന്നീടൊരിക്കൽ ചെയ്യുവാനായി മാറ്റിവെക്കുക. നിങ്ങൾ അധികം താമസിയാതെ പൂർവ്വസ്ഥിതിയിലെത്തും. ടോറസ് ഓവർവ്യൂ. വളരെ പ്രയാസമേറിയതും ശല്യം പിടിച്ചതുമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയ സമയം ഇന്നാണ്. ഇത് വേദനകളെയും പ്രശ്നങ്ങളെയും പുറമേയുള്ള കാര്യങ്ങളെയും ലഘൂകരിക്കാനുള്ള സമയമല്ല. പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്താനുള്ള അവസരമാണ്. ഇത് പ്രയാസകരമായ പരിപാടിയാണ്, എന്നാൽ ഇത് പുതുതായും ആശ്വാസകരവുമായ അനുഭവം നൽകും. ടോറസ് റൊമാൻസ്. നിങ്ങളുടെ ബന്ധത്തിൽ ചില അസ്വസ്ഥതകൾ കാണുവാൻ തുടങ്ങിയിരിക്കുന്നു. പരസ്പരം വാർത്താവിനിമയമില്ലായ്മയും അനാവശ്യമായി അടുത്തിടെ ഉണ്ടായ ഒരു വാഗ്വാദവും നിങ്ങളുടെ ബന്ധത്തെ ഉലയ്ക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് കുറച്ചു സമയം ചിലവഴിച്ച് ബന്ധങ്ങൾ വീണ്ടും പഴയപടിയാക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ശാന്തിയും സാധാരണത്വവും തിരിച്ചു വരുന്നതിൽ നിങ്ങൾ സന്തോഷിക്കും. ടോറസ് കരിയർ. നിങ്ങളുടെ എതിരാളി നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. അതിനാൽ അവരുടെ ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നടപടികൾ എടുത്തതായി ഉറപ്പുവരുത്തുക. തൊഴിൽ സ്ഥലത്ത് നിങ്ങൾ ഇന്ന് മികച്ച നിലയിലായിരിക്കുക. നിങ്ങളുടെ പിൻഭാഗത്തു പോയി നിങ്ങളെ മോശമാക്കുന്നതിനായി ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ നിങ്ങൾ ജാഗരൂകനായിരിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യുക. ടോറസ് ഫൈനാൻസ്. നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു പുതിയ വീട് വാങ്ങുവാനുള്ള അവസരം നിങ്ങളെ തേടിയെത്തും. വീട് വാങ്ങുവാൻ ആവശ്യമായ ലോണിന് അപേക്ഷിക്കുവാൻ പറ്റിയ സമയമാണിത്. എന്നാൽ വ്യാപാര ആവശ്യത്തിനായുള്ള വസ്തുക്കളിൽ നിക്ഷേപിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ന് തടസ്സങ്ങൾ നേരിടും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം കുറച്ചു ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ടോറസ് ഹെൽത്ത്. റോഡ് അപകടങ്ങളുടെ സൂചനയുള്ള ദിനമാണിന്ന്. അതുകൊണ്ട് തന്നെ റോഡിലൂടെ സഞ്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. സുരക്ഷാ ഉപകരണങ്ങളെല്ലാം ധരിക്കുക. അപകട സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ കരുതലോടെ പ്രതിരോധാത്മകമായി മാത്രം ഓടിക്കുക. വഴിയിൽ നിന്ന് നിങ്ങൾക്ക് അത്യന്തം ശ്രദ്ധാലു ആകുവാണെങ്കിൽ മിക്കവാറും അപകടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാകും. ജെമിനി ഓവർവ്യൂ. നിങ്ങളുടെ നിഷ്പക്ഷത അംഗീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ആളിനെ പറ്റിയുള്ള നിങ്ങളുടെ കരുതൽ എങ്ങനെയാണ് എന്നുള്ള അറിവും അംഗീകരിക്കപ്പെടുന്നു. ഇന്ന് നിങ്ങൾ നൽകുന്ന ഈ സുഹൃത്ത് ബന്ധം നിങ്ങളുടെ സുഹൃത്തിന് നല്ലതിന്റെ ഒരു ലോകം തന്നെ സമ്മാനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഈ കുരുന്നു ഭാവിയിൽ തിരിച്ചും നൽകപ്പെടും. ജെമിനി റൊമാൻസ്. നിങ്ങളുടെ ശരിയായ വികാരങ്ങൾ പങ്കാളിയോട് തുറന്നു പറയുന്നത് ഇന്ന് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പുതിയ ജീവൻ കടത്തിവിടും. ഇത് നിങ്ങളുടെ ചിന്തകളുടെ ഭാരം കുറയ്ക്കുമെന്ന് മാത്രമല്ല,
നിങ്ങളുടെ പരസ്പര ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഇതിനായി ആദ്യം നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. കടുത്ത വാക്കുകൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കയറി വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഒന്നു മനസ്സിലാക്കുക, സത്യസന്ധതയ്ക്കും സ്നേഹത്തിനും മാത്രമേ ഒരു ബന്ധത്തെ കൂടുതൽ കാലം നിലനിർത്തുവാൻ സഹായിക്കുകയുള്ളൂ. ജെമിനി, കരിയർ. ഇന്ന് നിങ്ങൾക്ക് ചില പുതിയ പദ്ധതികൾ നൽകപ്പെടും. ഇത് പ്രാവർത്തികമാക്കുവാനായി നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയ പദ്ധതി നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള കഴിവിനെ മാത്രമല്ല, ആത്മാർത്ഥതയും സമർപ്പണത്തെയും വെല്ലുവിളിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന എല്ലാ കഴിവുകളും പുറത്തെടുക്കുക എന്നത് നിങ്ങളുടെ ഗുണത്തിനു മാത്രമായിരിക്കും. അതേസമയം മാനസികമായി ചുറുചുറുക്കോടെ ഇരിക്കേണ്ടതും ജോലിയിൽ സമർപ്പിക്കേണ്ടതും ആവശ്യമാണ്. ആത്മസംയമനവും സത്യസന്ധതയുമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ബഹുമാനം നേടിത്തന്നതെന്ന് ഓർക്കുക. ജെമിനി, ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടത് ചെയ്യുവാൻ ഇന്ന് നല്ല ദിനമാണ്. നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും എളുപ്പത്തിൽ കൈവരിക്കുവാനായി വിശ്രമമില്ലാതെ പരിശ്രമിക്കുക. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. പുരോഗതിയുടെ പാതയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നേരിടുവാൻ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാവും. കൃത്യതയാർന്ന പ്ലാനിങ്ങിനോടൊപ്പം ശരിയായ അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ എളുപ്പമാക്കും. ഇതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം തേടാവുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിന് ഒരു ശക്തി പകരും. അതുവഴി നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം നേടുകയും ചെയ്യും. ജെമിനി, ഹെൽത്ത്. നിങ്ങളുടെ അടുത്തുള്ളവരുടെ ആരോഗ്യത്തിൽ ഇന്നൊരു ശ്രദ്ധ വേണം. അവരിൽ ആർക്കെങ്കിലും ഈയിടെയായി എന്തോ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപക്ഷെ അവർ പോലും അത് ശ്രദ്ധിച്ചു കാണില്ല. അവരുടെ അസ്വസ്ഥത വളരെ ചെറിയതും മാറുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഉറക്കം കളയണ്ട. അവരോട് നന്നായി വിശ്രമിക്കുവാൻ ഉപദേശിക്കുക. നിങ്ങൾ ശാന്തമായിരിക്കുക. അലോരസപ്പെടുവാൻ മാത്രം ഗുരുതരമായി ഒന്നുമില്ല. ക്യാൻസർ, ഓവർവ്യൂ. ഇന്ന് നിനക്ക് കണ്ടെത്താനാകും സമൂഹവുമായുള്ള ബന്ധത്തിന് അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ പങ്കുണ്ടെന്ന്. നിന്റെ മൃദുമായ സമീപനം കൊണ്ട് തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കാം. ഓർക്കുക, ഒരിക്കലും നിനക്കറിയില്ല നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് ബന്ധങ്ങൾ ഇല്ലാതാകുന്നതെന്ന്. അതുകൊണ്ട് എപ്പോഴും അതിനെ വളർത്തിക്കൊണ്ടുവരണം. ക്യാൻസർ, റൊമാൻസ്. നിങ്ങൾക്കെല്ലാം സൗകര്യങ്ങളുള്ള മേഖലയിൽ നിന്ന് പുറത്തു കടക്കുവാനും പ്രേമത്തിനായി ഒരു ചാൻസ് എടുക്കുവാനും ഇന്ന് നിങ്ങൾ തയ്യാറാകും. സാധാരണ നിങ്ങൾ ഇങ്ങനെയുള്ള അപകടമായേക്കാവുന്ന അവസ്ഥയിലേക്ക് കടന്നു കയറുവാൻ മടിക്കുന്ന കൂട്ടത്തിലാണ്. എന്നിരുന്നാലും ഇന്ന് നിങ്ങൾ അതിന് തയ്യാറാകും. റിസ്ക് എടുക്കുന്ന വഴി മാത്രമേ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുകൂടി ഓർക്കുക. ഇതൊരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായുള്ള അനുരാഗം കൂടുതൽ സുദൃഢമാക്കിയേക്കാം. ക്യാൻസർ, കരിയർ. അധികാരസ്ഥാനം നേടാൻ മത്സരിക്കുന്നതിന് നല്ല സമയമാണിത്. ഒരു കല്ലും തിരിച്ചു വെക്കരുത്. നിങ്ങൾ എന്താകാൻ ഉദ്ദേശിക്കുന്നുവോ അതിനു വേണ്ടത് ചെയ്യുക. അവസാനം വരെയും സ്ഥിരോത്സാഹത്തോടും നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കാനുള്ള അഭ്യാസമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായി വേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലാണ് നിങ്ങളെങ്കിൽ ഈ ദിവസമാണ് തന്റെടത്തോടെ ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കരാർ വെക്കേണ്ട ദിവസം. ഇന്ന് തന്നെ ഇതിന് മുൻകൈയെടുക്കുക. ക്യാൻസർ, ഫൈനാൻസ്. സാമാന്യ ജനങ്ങളുമായി ബന്ധപ്പെടേണ്ട ഒരു തൊഴിലിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങളുടേത് വളരെ തിരക്കുള്ള ദിനമായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഉപഭോക്താക്കൾ നിങ്ങളെ അധിക സമയം ജോലി ചെയ്യിക്കും. അല്ലെങ്കിൽ നാനാഭാഗത്തു നിന്നുമായി പുതിയ ഉപഭോക്താക്കൾ എത്തും. ഈ ഉൽപാദനക്ഷമതയുള്ള നല്ല കാലത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ക്യാൻസർ, ഹെൽത്ത്. തലവേദനയോ അല്ലെങ്കിൽ പല്ലുവേദനയോ പോലെ ചെറിയ ദീനങ്ങളോടെയാണ് നിങ്ങൾ ഉണർന്നേൽക്കുക. എന്നാൽ ദിനാന്ത്യത്തോടെ ഇത് പാടെ മാറും. നിങ്ങൾ ഈ വേദനകളെക്കുറിച്ച് അധികം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നല്ല ഭക്ഷണം കഴിക്കുക, ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക, നന്നായി ഉറങ്ങുക. നിങ്ങൾക്കൊരു പുതിയ സുപ്രഭാതത്തിലെ പോലെ ഉണർന്നെഴുന്നേൽക്കാം. ലിയോ, ഓവർവ്യൂ. വീട്ടിലെ യോജിപ്പില്ലായ്മയാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. എന്താണ് ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? അത് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യണം. എവിടെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് കാര്യങ്ങൾ തെറ്റായ രീതിയിൽ നടക്കുന്നത്? അവസാനം നിങ്ങൾ ശീലങ്ങൾ മാറ്റരുത്. ഇത് നിങ്ങൾ ധിക്കരിച്ചാൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വിള്ളൽ വീഴ്ത്തും. അതിനാൽ നിങ്ങളുടെ സുഹൃത്തിനോടും ബന്ധുക്കളോടുമുള്ള സൗഹൃദം വർദ്ധിപ്പിക്കുക. ലിയോ, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുടെ തിരഞ്ഞെടുപ്പ് ഇന്ന് നിങ്ങളുടെ കുടുംബം മുഴുക്കെ അംഗീകരിക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കും. ഇത് വളരെ വലിയ ഒരാശ്വാസമാകും. ഭാവി സുഗമവും തിരിച്ച് നിങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടിയാണ് നിങ്ങളുടെ പങ്കാളിയെ കണ്ടെത്തിയതെങ്കിലും നിങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പിൽ വളരെ സന്തോഷത്തിലായിരിക്കും. വിവാഹാഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ മുഴുവൻ കുടുംബത്തിനെയും ആശീർവാദത്തോടെ തന്നെ തുടങ്ങാം. ലിയോ, കരിയർ. നിങ്ങളിപ്പോൾ ആത്മവിശ്വാസത്തിന്റെ മൂർത്തീഭാവമാണ്.
നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ജോലികളും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ സംതൃപ്തിക്കനുസരിച്ച് മുഴുവനാക്കുവാൻ നിങ്ങൾക്കാകും. നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക ചുമതലകളോടെ 100% നീതി പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്യുന്നു. ലിയോ, ഫൈനാൻസ്. വിദേശവുമായി ബന്ധപ്പെട്ട ഉദ്യമങ്ങൾ ഇന്ന് ഭാഗ്യമുള്ളതും തിളക്കമുള്ളതുമാകും. നിങ്ങൾ വിദേശത്ത് ആസ്ഥാനമുള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തിന് വിദേശ ബന്ധങ്ങളുണ്ടെങ്കിൽ, ആ ബന്ധങ്ങൾ ഇന്ന് ഒന്നിൽ കൂടുതൽ തരത്തിൽ ഗുണം ചെയ്യും. ഒരുപക്ഷെ വിദേശത്തുള്ള നിങ്ങളുടെ ആ ഉപഭോക്താവുമായി ബന്ധപ്പെട്ട് ധീരമായ കച്ചവട നീക്കങ്ങൾക്ക് ഇതായിരിക്കണം ഏറ്റവും പറ്റിയ സമയം. വിദേശവുമായി വാർത്താവിനിമയ ബന്ധങ്ങൾ തുറന്നു വയ്ക്കുക. ലിയോ, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനഃശക്തിയാലും മനസ്സുറപ്പിനാലും ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യും. ഒരുപക്ഷെ അവ വളരെ കഠിനമായ വേദന തന്നെയാണെങ്കിലും ഡോക്ടർ കുറിച്ചു തന്ന മരുന്നുകളോടൊപ്പം നിങ്ങളുടെ മനസ്സുറപ്പും രോഗശമനത്തിന് വളരെ സഹായം ചെയ്തിരിക്കുന്നുവെന്നത് നിങ്ങൾ അറിയും. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ കുറച്ചു കാണരുത്. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുവാനാകും. വെർഗോ, ഓവർവ്യൂ. നിങ്ങളുടെ പ്രവൃത്തിയിലും ചുമതലയിലും ശ്രദ്ധിക്കുന്നതിനുള്ള ശക്തമായ പോയിന്റ് ഉന്നതിയായിരിക്കില്ല. നിങ്ങളുടെ അശുഭകരമായ മനസ്സ് നിങ്ങളെ പലതിൽ നിന്നും അശ്രദ്ധനാക്കും. എന്നാൽ അത്ഭുതകരമായി ഈ ദിവസത്തിന്റെ അവസാനം നിങ്ങളുടെ എല്ലാ ചുമതലകളും ചെയ്തു തീർക്കും. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്നും ദൂരത്തിലാക്കുക. എന്നാൽ ഇത് ഞങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം കാണാൻ ഇത് ഉപകരിക്കും. വെർഗോ, റൊമാൻസ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് പിന്തുണയുമായി എത്തുന്നു. നിങ്ങൾ അവരോട് പിന്തുണയ്ക്കായി കൂടെ അഭ്യർത്ഥിക്കുമ്പോഴും ഈ വിഷമം പിടിച്ച സമയത്തെ അവർ തരുന്ന പിന്തുണയ്ക്ക് നന്ദി ചൊല്ലുവാതിരിക്കാൻ മറക്കരുത്. ഈ സ്നേഹം നിറഞ്ഞ സ്വഭാവം അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ മടികൂടാതെ തിരിച്ചു നൽകുവാനും മറക്കരുത്. വെർഗോ, കരിയർ. അമിത സമ്മർദ്ദമുള്ളപ്പോഴും ശാന്തമായിരിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ മതിപ്പുണർത്തും. ഇതുകൂടാതെ പൊതുജനവുമായി ഒത്തിണങ്ങി പോകുവാനുള്ള നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇത് നിങ്ങളുടേതെന്ന പോലെ മറ്റുള്ളവരുടെ ഗുണത്തിനെയും നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കാം. നിങ്ങളിലെ ഈ നല്ല സ്വഭാവങ്ങൾ ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാക്കും. നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. വെർഗോ, ഫൈനാൻസ്. നിങ്ങൾ സഞ്ചാരവുമായി ബന്ധപ്പെട്ട വ്യവസായത്തിലാണെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് വളരെ തിളക്കമുള്ളതായിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന അവസരങ്ങൾക്കായി കണ്ണുകൾ തുറന്നു വെക്കുക. കാരണം അവിചാരിത നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. വരുന്ന അവസരങ്ങളെല്ലാം ശരിയാംവിധം ഉപയോഗപ്പെടുത്തുക. വെർഗോ, ഹെൽത്ത്. ഇന്നേക്കുള്ള ലക്ഷ്യം വ്യായാമമാണ്. ഈയിടെയായി നിങ്ങൾ വളരെ നിഷ്ക്രിയനായിരുന്നതിനാൽ നിങ്ങൾക്ക് ശാരീരിക വ്യായാമം ആവശ്യമായി വന്നിരിക്കുന്നു. നിങ്ങൾ ഈ ആലസ്യത്തിൽ നിന്നും പുറത്തു കടന്നില്ലെങ്കിൽ നിങ്ങൾ നനച്ചിരിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ ആരോഗ്യം മോശപ്പെടും. ജോലി കഴിഞ്ഞെത്തിയാൽ ഉടൻ ജിമ്മിലേക്ക് പോകുക. വിയർപ്പ് പൊടിയട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ നിങ്ങൾ ആനന്ദിക്കും. ലിബ്ര, ഓവർവ്യൂ. വീട്ടിൽ നിങ്ങൾ ഇന്ന് സംതൃപ്തമായി ചെലവഴിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ സൗന്ദര്യം യഥാർത്ഥമായി നിങ്ങൾ ആസ്വദിക്കും. അവരുടെ താങ്ങ് നിങ്ങളെ അത്യധികമായി നിറയ്ക്കും. ഈ സമയം അവർ അറിയട്ടെ എങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന്. അതിനായി അവർ പ്രത്യേകിച്ചും സംസാരിക്കട്ടെ. ലിബ്ര, റൊമാൻസ്. നിങ്ങളുടെ അനുരാഗ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വളരെ വിജയമുള്ള ദിനമായിരിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ പ്രയത്നങ്ങൾ മൂലം പങ്കാളിയുമൊത്തുള്ള ബന്ധത്തിന് കൂടുതൽ കരുത്തുണ്ടാകുന്നതായി കാണാം. ഇത് അവരെ മനസ്സിലാക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രമല്ല, സന്തോഷകരമായ ഒരു അനുരാഗ ജീവിതത്തിന് വഴിവെക്കുകയും ചെയ്യും. ഈ വഴി പിന്തുടരുക. നിങ്ങൾ ശരിയായ ദിശയിലാണ്. ലിബ്ര, കരിയർ. നിങ്ങൾക്ക് ഈയിടെയായി തൊഴിലില്ലായിരുന്നുവെങ്കിൽ ആ സുപ്രധാന അവസരം ഇന്ന് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആ ശുഭവാർത്ത ഇന്നെത്തും. നിങ്ങളുടെ ക്ഷമ വിജയം കണ്ടിരിക്കുന്നു. ലിബ്ര, ഫൈനാൻസ്. സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതായത് ബാങ്ക്, ഇൻഷുറൻസ് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടേണ്ടി വരുന്ന ദിനമാണിന്ന്. കുറച്ച് സമയമെടുത്ത് നിങ്ങളുടെ സാമ്പത്തിക പ്ലാനിംഗ് അല്ലെങ്കിൽ ബജറ്റിംഗ് ശ്രദ്ധിക്കുക. കൂടാതെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്യുക. ലിബ്ര, ഹെൽത്ത്. ഇന്ന് സാധാരണയെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വിശപ്പ് കുറവ് തോന്നും. ഇത് ഒരുപക്ഷെ ഈയിടെയായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വ്യത മൂലമാകാം. സ്വയം നിർബന്ധപൂർവം ഭക്ഷിക്കേണ്ടതില്ല. മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ വേണ്ടത് ചെയ്യുക. വിശപ്പ് തിരിച്ചു വരും. നിങ്ങൾ വേഗം തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കും. സ്കോർപിയോ, ഓവർവ്യൂ. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കറിയാവുന്ന ആരുടെയെങ്കിലും വിവാഹാഭ്യർത്ഥന നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഒന്ന് ക്ഷമിക്കുക.
ഈ വ്യക്തി നിങ്ങളുടെ ഒരു സുഹൃത്തോ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോ ആണെങ്കിൽ അവരുമായി വളരെ അടുത്ത് സൗഹൃദം പുലർത്തുക. സ്കോർപിയോ റൊമാൻസ്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പ പങ്കാളിക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ അതിൽ ചില പരിവർത്തനങ്ങൾ ഇന്ന് തന്നെ നടത്തേണ്ടി വരും. ഇതുവരെയുമുള്ള നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെല്ലാം തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഹൃദയം തകർക്കുകയും ചെയ്തു. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയെ തിരയുക, അല്ലാതെ ഒരു കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് തലകറക്കം സമ്മാനിച്ച് പുറത്തു പോകുന്ന വ്യക്തിയെയല്ല. ദീർഘകാല ബന്ധമെന്ന ലക്ഷ്യം മാർഗദർശനമാക്കുക. സ്കോർപിയോ കരിയർ. ഇന്ന് നിങ്ങൾ ഓഫീസിൽ വളരെ ശാന്തനായിരിക്കാൻ ശ്രമിക്കുക. എന്തെന്നാൽ പ്രശ്നങ്ങൾ പലതും കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വന്നേക്കാം. നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുമായി ഉണ്ടാക്കുന്ന ചില ചെറിയ തർക്കങ്ങൾ ഉണ്ടാവാം. എന്നാൽ നിങ്ങൾ നിയന്ത്രണം പാലിക്കുകയും നിങ്ങളുടെ തൊഴിൽപരമായ ഭാവം നിലനിർത്തുകയും വേണം. ഇവയൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതുകയാണെങ്കിൽ ഈ ചെറിയ കാര്യങ്ങൾ തന്നെത്താൻ തീരും. സ്കോർപിയോ ഫൈനാൻസ്. അധിക വരുമാനത്തിന്റെ രൂപത്തിൽ തിരിച്ചെത്തും. ഇന്ന് ജോലിസ്ഥലത്ത് ആവതിൽ നല്ലത് ചെയ്യുക. കാരണം ഇന്ന് എല്ലാ കണ്ണുകളും നിങ്ങളുടെ മേലാണ്. ഒരു പക്ഷേ നിങ്ങൾ അതറിയുന്നില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളെ നിരീക്ഷിക്കുവാനും നിങ്ങളുടെ പ്രകടനങ്ങൾ നിരീക്ഷിക്കുവാനും കണ്ണുകളുണ്ട്. അവർ നിങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുന്നുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി നല്ലതുപോലെ ചെയ്യുക. ബാക്കിയെല്ലാം താനേ നന്നാകും. സ്കോർപിയോ ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. ആവശ്യമില്ലാതെ വിഷമിക്കരുത്. അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഒരു ചെക്കപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ശുദ്ധവായു, അല്ലെങ്കിൽ ഒരു പരിലാളന. അവരുടെ ആരോഗ്യത്തിനു മുകളിൽ ഒരു കണ്ണ് വെക്കുക. അവരുമൊത്ത് കുറച്ചു സമയം ചിലവഴിച്ച് അവരുടെ മാനസിക നില ഉയർത്തുക. സജിറ്റേറിയസ് ഓവർവ്യൂ. ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനപരവുമായിരിക്കും. സാമൂഹ്യ പരിപാടികൾ താങ്കളിൽ സന്തോഷമുളവാക്കുകയും ഈ അടുത്തായി ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ സ്വയം അഭിനന്ദിക്കുകയും ചെയ്യും. പുതിയ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കുറച്ചു സമയം കണ്ടെത്തുകയും പുതിയ ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഭയപ്പെടാതിരിക്കുകയും ചെയ്യുക. താങ്കളുടെ വ്യത്യസ്ത താല്പര്യങ്ങൾ കണക്കിലെടുക്കുകയും അവ ആനന്ദിക്കുകയും ചെയ്യുക. സജിറ്റേറിയസ് റൊമാൻസ്. ബന്ധങ്ങളിൽ പിരിമുറുക്കം ഉണ്ടായേക്കുവാനുള്ള സാധ്യത ഉള്ള ദിനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുരാഗ സ്വപ്നങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ പൂവണിയുന്നില്ലെന്നൊരു തോന്നലും നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കും. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി ഇത്ര സ്വരച്ചേർച്ചയിലല്ല. പരസ്പരം സംസാരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് തുറന്നു പറഞ്ഞ് ഒരു സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കുള്ള അവസരമുണ്ടാക്കാതിരിക്കുക. സജിറ്റേറിയസ് കരിയർ. സാമൂഹികമോ തൊഴിൽ സംബന്ധമായോ ആയ മേഖലയിലെ നിങ്ങളുടെ സുഹൃത്തുക്കളെന്നോ സഹപ്രവർത്തകരെന്നോ തോന്നുന്ന ചില ആളുകളെ സൂക്ഷിക്കുക. യഥാർത്ഥത്തിൽ ഇവർ നിങ്ങളെ ചീത്തയായി കാണിക്കാൻ പുറകിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇത്തരം എതിർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും പ്രയാസമേറിയവ എന്തെന്നാൽ തുടക്കത്തിൽ ഇവർ നിങ്ങളുടെ പക്ഷത്തായിരിക്കും പ്രത്യക്ഷപ്പെടുക. സജിറ്റേറിയസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങൾ ഗാനങ്ങളുടെ CD അല്ലെങ്കിൽ ചെറിയ ഒരു ജുവലറി പോലുള്ള എന്തെങ്കിലും ഒരു ആഡംബര വസ്തു വാങ്ങും. ഇവ വളരെ വിലപിടിപ്പുള്ളവയല്ല. എന്നാൽ ഇവ നിങ്ങൾക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും കുറച്ച് സന്തോഷം നൽകും. എന്നാൽ അമിതമാകരുത്. ക്രെഡിറ്റ് കാർഡ് അധികം ഉപയോഗിക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് ഈ കടം പെട്ടെന്ന് വീട്ടുവാനാകും. ആനന്ദിക്കുക. സജിറ്റേറിയസ് ഹെൽത്ത്. ചില അലർജികൾ, മൂക്കടപ്പ്, കണ്ണിൽ നിന്നും വെള്ളം വരൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങളെ അലട്ടിയേക്കാം. അവയെ അവഗണിക്കുകയും ചികിത്സിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം ഒരുപക്ഷെ അവ പ്രകോപനകരമാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരം അലർജികൾക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ തേടുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കാപ്രിക്കോൺ ഓവർവ്യൂ. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും വാങ്ങുവാനായി. ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങുവാനായി ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഒരുപക്ഷെ അത് വളരെ ചെറിയതാണെങ്കിൽ പോലും സാമ്പത്തിക കാര്യങ്ങൾക്ക് അവധി കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുവാനുള്ള ദിനമാണിന്ന്. കാപ്രിക്കോൺ റൊമാൻസ്. നിങ്ങളുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളെക്കുറിച്ച് ഇന്ന് വളരെ ശ്രദ്ധയുണ്ടാകണം. അത് ആവശ്യത്തിൽ കൂടുതൽ കഠിനമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തികച്ചും സത്യസന്ധനായിരിക്കാം. എന്നാൽ നിങ്ങളുടെ പങ്കാളി ആ വാക്കുകളെ അതേ തരത്തിലല്ല എടുക്കുക. അതുറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സൗമ്യതയോടെ ഇരിക്കുക. ദേഷ്യത്തെ നിയന്ത്രിക്കുക. ദീർഘകാല പ്രശ്നങ്ങളിൽ നിന്നും അത് നിങ്ങൾക്ക് രക്ഷ നൽകും. കാപ്രിക്കോൺ കരിയർ. വിഷമം പിടിച്ച അവസ്ഥകളിൽ നിന്നും പിന്തിരിയാതെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സ്വഭാവം മൂലം ഔദ്യോഗിക വിജയം കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലായിരിക്കുന്നു. എന്നാൽ ഇതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അവരെ അസഹ്യപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക.
അവരുടെ ഉപദേശം നിങ്ങളുടെ ഊർജത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ സഹായിക്കും. Capricorn, finance. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വ്യാപാരമുണ്ടെങ്കിൽ ഇന്ന് വളരെ തിളക്കമാർന്ന ഒരു ദിനമായിരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കുതകുന്ന അവസരങ്ങൾക്കായി കണ്ണു തുറന്നു വയ്ക്കുക. അവിചാരിതമായ ലാഭങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്നതിനായി പരിശ്രമിക്കുക. Capricorn, health. ചർമ്മത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ ചർമ്മത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. സൂര്യപ്രകാശം നേരിട്ട് പതിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. എണ്ണമെഴുക്ക് അധികമുള്ള ഭക്ഷണം ഒഴിവാക്കുക. പൊടിയും ചെളിയും അധികമുള്ള അന്തരീക്ഷവും. ഇത് നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യപൂർണമായിരിക്കുവാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു തുടിപ്പും നൽകും. Aquarius, overview. കൂട്ടാളിയുമായി ഉണ്ടാകുന്ന ഒരു ചെറിയ ഉരസലിൽ കഠിനമായ ഒരു നിലപാടെടുക്കുന്നതിൽ കൂടുതൽ ഇന്ന് നിങ്ങൾക്ക് നല്ലത് അവരുമായി രമ്യതയിലെത്തുന്നതാണ്. ഇന്നത്തെ ഈ പ്രശ്നം സത്യത്തിൽ വളരെ നിസ്സാരമാണ്. നിങ്ങളെക്കാൾ നിങ്ങളുടെ കൂട്ടാളിയെ അത് ബാധിക്കുന്നതുമാണ്. Aquarius, romance. യാത്ര ഇഷ്ടമാണോ? എങ്കിൽ പങ്കാളിയുമൊത്ത് ഇന്ന് യാത്ര തിരിച്ചോളൂ. പങ്കാളിയുമൊത്തുള്ള യാത്രയ്ക്ക് ഇന്ന് നല്ല ദിനമാണെന്ന് കാണുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പുറകിലിട്ട് ഒരു വിനോദയാത്രയാകട്ടെ. അത് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കും. കൂടാതെ പിൽക്കാലത്തേക്കായി കുറച്ചു നല്ല ഓർമ്മകളും നൽകും. Aquarius, career. ഈ സമയം നിങ്ങൾ എതിർപ്പോ മത്സരമോ അഭിമുഖീകരിക്കേണ്ടി വരില്ല. തൊഴിൽ സംബന്ധമായോ വ്യക്തി സംബന്ധമായോ ഏത് വെല്ലുവിളി നേരിടുന്ന പദ്ധതികളും ഏറ്റെടുക്കാൻ നിങ്ങളുടെ സമയം അനുയോജ്യമാണ്. നിങ്ങളുടെ എതിരാളികളെല്ലാം ശക്തി കുറഞ്ഞവരായിരിക്കുകയും നിങ്ങൾക്ക് എതിരില്ലാതിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ പരിശ്രമത്തിലും നിങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കാനും അതിൽ വിജയിക്കാനും സാധിക്കും. Aquarius, ഫൈനാൻസ്. ഇന്ന് വിലപിടിപ്പുള്ള ഒരു വസ്തു കളഞ്ഞു പോകുവാൻ സാധ്യത കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എവിടെ വെക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അവ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. എവിടെ നിന്നെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വസ്തു എടുക്കുകയാണെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അതിന്റെ സ്ഥാനത്ത് വെക്കുവെന്ന് ഉറപ്പുവരുത്തുക. അതുവഴി അത് എവിടെയെങ്കിലും വെച്ച് മറക്കുന്നില്ലെന്നും. Aquarius, health. മനസ്സിനെ സ്വസ്ഥമായും ശാന്തിയായും ലഭിക്കുന്ന ഒരിടത്തേക്ക് പോകേണ്ടതിന്റെ ആവശ്യം നിങ്ങൾക്കിന്ന് തോന്നും. കുറച്ചു നേരത്തെ ഏകാന്തത നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വിശ്രമിക്കുക. ശാന്തത എഞ്ചിൻ നിങ്ങളിലെ ഊർജത്തിനെ വർദ്ധിപ്പിക്കുന്നുവെന്നും നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കുവാനുള്ള പ്രേരണ നൽകുന്നുവെന്നും മനസ്സിലാക്കുക. Pisces, overview. നിങ്ങൾ ഇന്ന് വലിയ പ്രശസ്തിയും മുഖസ്തുതിയും മറ്റുള്ളവരിൽ നിന്നും അർഹിക്കുന്നുണ്ടെന്ന് സ്വയം വിലയിരുത്തി ഇപ്പോൾ ലഭിച്ച ഈ സൗഭാഗ്യം നിങ്ങളെ ആകർഷത്വത്തിലും കഴിവിലുമാണെന്ന് വിചാരിച്ച് എല്ലാത്തിനും മുകളിൽ നിന്നുകൊണ്ട് ദുഷ്ടബുദ്ധിയോടെ വീക്ഷിക്കുകയാണെങ്കിൽ പുതിയതായി കിട്ടിയ ആരാധകർ നിങ്ങൾക്ക് എതിരാകും. Pisces, romance. നിങ്ങൾ ഒറ്റയാണെങ്കിൽ കുറച്ചു കാലമായി ഒരു പങ്കാളിക്കുള്ള തിരച്ചിലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു വ്യക്തിയെ ഇന്ന് കണ്ടുമുട്ടിയേക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുവരേക്കും നിങ്ങളുടെ സുഹൃത്തായിരുന്ന ഇപ്പോൾ അതിൽ കവിഞ്ഞ എന്തോ താല്പര്യം നിങ്ങൾക്ക് അവരോടുള്ളതുമായ ഒരു വ്യക്തിയുമൊത്ത് ഇന്ന് നിങ്ങൾക്ക് ഒരു ഡേറ്റ് ഉണ്ടാകും. ഇന്ന് ഒഴുക്കിനനുസരിച്ച് പോകുക. ഈ ഒഴുക്ക് നിങ്ങളെ എങ്ങോട്ടെത്തിക്കുമെന്നറിയില്ലല്ലോ. Pisces, career. ഇന്നല്ലെങ്കിൽ അടുത്ത കാലത്ത് നിങ്ങൾ ഒരു സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരുന്നതല്ലെങ്കിലും നിങ്ങളുടെ ശക്തമായ പ്രകടനം ഇന്ന് നിങ്ങൾക്കത് കൊണ്ടുവന്നു തരുമ്പോൾ നിങ്ങൾ തികച്ചും ആശ്ചര്യപ്പെടും. ഇത് നിഷേധിക്കരുത്, കാരണം ഇത് നിങ്ങളെ തേടിയെത്തുവാൻ തക്കതായ കാരണമുണ്ട്. Pisces, finance. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ വ്യാപാരം വളരെയധികം വളരുന്നതായി കാണാം. നിങ്ങളുടെ സ്ഥാപനത്തിനോടുണ്ടാകുന്ന ജനപ്രിയത വളർത്തുവാനായി ആകാവുന്നത്ര പരസ്യങ്ങൾ നൽകുമെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോണസോ അല്ലെങ്കിൽ ഉയർച്ചയോ ലഭിച്ചേക്കാം. Pisces, health. ഇന്നത്തെ ദിനം ശാന്തതയുടെയും ആത്മവിശ്വാസത്തിന്റെയും ആത്മസംനയത്തിന്റേതുമാണ്. നല്ല സ്വാസ്ഥ്യവും ആത്മവിശ്വാസവും തോന്നും. വൈകാരികമായ ഒരു ശാന്തതയും മാനസികമായ സ്വസ്ഥതയും ഇന്ന് നിങ്ങൾക്കുണ്ട്. ഈ അവസ്ഥയ്ക്ക് യോഗാഭ്യാസം അല്ലെങ്കിൽ ധ്യാനം എന്നിവയുടെ പിന്തുണ കൂടി നൽകി നോക്കൂ. ആന്തരിക ശാന്തിയുടെ വർധനവ് തീർത്തും കാണാറാകും.